നമസ്കാരം. പ്രധാന വാർത്തകൾ. ബിനോയ് വിശ്വം വീണ്ടും CPI സംസ്ഥാന സെക്രട്ടറി. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തത്. CPI ദേശീയ സെക്രട്ടറി D. രാജയാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. നേതാക്കൾ ഇത് കൈയടിച്ച് പാസാക്കുകയായിരുന്നു. 2023 മുതൽ സംസ്ഥാന സെക്രട്ടറിയാണെങ്കിലും ബിനോയ് വിശ്വത്തെ ആദ്യമായാണ് സംസ്ഥാന സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത്. 2022 നടന്ന CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് 2023 ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. സെപ്റ്റംബർ 8 CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായത്. ഇന്ന് വൈകിട്ട് ആലപ്പുഴ ബീച്ചിൽ തയ്യാറാക്കിയിരിക്കുന്ന അതുൽകുമാർ 5ാം നഗറിലാണ് പൊതുസമ്മേളനം. മലപ്പുറത്ത് അവധിയെടുത്തതിന് സ്കൂൾ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. പരാതിയുമായി രക്ഷിതാക്കൾ. കടുങ്ങാക്കുണ്ട് BYKHSലെ 10ാം ക്ലാസ്സുകാരനെയാണ് ക്ലാസ് ടീച്ചർ ക്രൂരമായി തല്ലിയത്. ക്ലാസ് ടീച്ചർ ഷിഹാബാണ് തല്ലിയതെന്ന് കുട്ടി പറയുന്നു. ഇന്നലെ രാവിലെ 9:30 അടിച്ചത്. ബസ് കിട്ടാത്തതുകൊണ്ട് സ്കൂളിൽ പോയില്ലെന്നും വിദ്യാർത്ഥിയും രക്ഷിതാവും പറയുന്നു. അതേസമയം കുട്ടിയുടെ ശരീരത്തിൽ അടികൊണ്ട പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മർദ്ദനമേറ്റത്തിന്റെ വേദന ഇപ്പോഴുമുണ്ടെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. അധ്യാപകനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകിയെന്നും രക്ഷിതാക്കൾ അറിയിച്ചു. കോളേജിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട്. ബിരുദ വിദ്യാർത്ഥി ജീവനൊടുക്കി. തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ചിറയൻകീഴ് സ്വദേശിയായ അനക സുരേഷാണ് ജീവനൊടുക്കിയത്. അധ്യാപകരുടെ പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് SFI ആരോപിച്ചു. കോളേജിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ആത്മഹത്യക്കുറിപ്പിലുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി MLAയുമായ MK മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് MK മുനീർ. രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതിന് പിന്നാലെ ഹൃദയാഘാതം കൂടി ഉണ്ടായതോടെയാണ് മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കൊടുവള്ളി മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു മുനീറിന് ശാരീരിക അവശത അനുഭവപ്പെട്ടത്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര്. വയനാട്ടിൽ പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തു. മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്ത നിലയിൽ. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് ജോസ് ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. 1 മാസം മുമ്പ് കോൺഗ്രസ് പ്രാദേശിക നേതാവായ പുൽപ്പള്ളിയിലെ തങ്കച്ചിന്റെ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുവും കണ്ടെത്തിയ സംഭവത്തിൽ ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവരാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ജോസ് നെല്ലേടത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 9 വീടിന് സമീപത്തെ കുളത്തിൽ ചാടിയ നിലയിലാണ് കണ്ടത്. കൈഞ്ഞരമ്പ് മുറിച്ചിരുന്നു. വിഷം കഴിച്ചതായും സംശയമുണ്ട്. അയൽപ്പക്കക്കാർ കുളത്തിൽ നിന്നെടുത്ത് പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.